ഹലോ എവരി വൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ചോംസ്കി ഹയറാർക്കി, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ ലാംഗ്വേജസ്, റൂസൽസ് പാരഡോക്സ്, ഡയഗണൽ ആർഗ്യുമെൻറ്റ്, ഡിസൈഡബിലിറ്റി ആൻഡ് അൺഡിസൈഡബിലിറ്റി. പിന്നെ നമ്മൾ കുറച്ച് ബേസിക് കൺസെപ്റ്റ്, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്, ഇത് ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ DFA, NFA and then equivalence of DFA and NFA. Today we are going to discuss about finite automata. ആട്ടോമേറ്റയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ മെഷീനാണ്. ദാറ്റ് ഈസ് ഫൈനൈറ്റ് മെഷീൻ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷീൻ ടു റെക്കഗ്നൈസ് പാറ്റേൺസ്. അതായത് പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ് ഫൈനൈറ്റ് ആട്ടോമേറ്റ. ദെൻ ഇതിലെന്ന് പറഞ്ഞാൽ 5 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടപ്പിൾസ്. ദെൻ ഇറ്റ് ഹാസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ഫൈനൈറ്റ് ആട്ടോമേറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ബട്ട് അത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിമ്പിൾ ഏതാണോ അതിനനുസരിച്ച് അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് മോഡൽ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് മോഡലാണ് ഫൈനൈറ്റ് ആട്ടോമേറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മെമ്മറി ഡിവൈസ് ഒന്നും ഇതിനകത്തില്ല. ഫൈനൈറ്റ് ആട്ടോമേറ്റയിൽ മെമ്മറി ഡിവൈസ് ഒന്നുമില്ല. ദിസ് ഈസ് അബൌട്ട് ഫൈനൈറ്റ് ആട്ടോമേറ്റ. ഫൈനൈറ്റ് ആട്ടോമേറ്റ മോഡൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് ടേപ്പ് ആൻഡ് ഫൈനൈറ്റ് കൺട്രോൾ. ദെൻ ഇൻപുട്ട് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സെൽസ്. അതായത് ഇൻപുട്ട് ടേപ്പിൽ കുറേ നമ്പർ ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് ABC, AB, BA എന്നാണ് ഇൻപുട്ട് സ്ട്രിങ്. അപ്പം ഓരോ സിമ്പലും എടുത്ത് ഓരോ സെല്ലിൽ എഴുതുന്നു. അതാണ്. ദെൻ ഫൈനൈറ്റ് കൺട്രോൾ. ഫൈനൈറ്റ് കൺട്രോളറിൽ ഒരു ടേപ്പ് റീഡർ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇൻപുട്ട് സിമ്പലിനെ റീഡ് ചെയ്യുന്നത്. ദെൻ ഫൈനൈറ്റ് കൺട്രോളറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇൻപുട്ട് സിമ്പൽ റീഡ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഫൈനൈറ്റ് കൺട്രോളറാണ്. പിന്നെ ഇവിടെ ഇൻപുട്ട് ടേപ്പിൽ നിന്ന് ഇൻപുട്ട് എപ്പോഴും റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും ഇൻപുട്ടിനെ റീഡ് ചെയ്യേണ്ടത്. ഇത് ഇത്രയാണ് ഫൈനൈറ്റ് ആട്ടോമേറ്റ മോഡൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇൻപുട്ട് സ്ട്രിങ് തരുവാണെങ്കിൽ അത് ആദ്യം ലെഫ്റ്റിലുള്ള ഏത് ഇൻപുട്ടാണെന്ന് വെച്ചാൽ അതിനെയായിരിക്കും ആ ഫൈനൈറ്റ് കൺട്രോളർ റീഡ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ഇൻപുട്ട് സിമ്പിൾ കിട്ടിയിട്ട് അത് ഏത് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഫൈനൈറ്റ് കൺട്രോളുമായിരിക്കും. ദെൻ ഇൻപുട്ട് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീനിയർ ടേപ്പാണ്. ഹാവിങ് സം നമ്പർ ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ഇൻപുട്ട് സിമ്പിളിനെയും ഓരോ സെല്ലിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഫൈനൈറ്റ് കൺട്രോളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ഇൻപുട്ട് ഇൻപുട്ട് ടേപ്പിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഫൈനൈറ്റ് കൺട്രോളറാണ്. ദെൻ ദ ടേപ്പ് റീഡർ റീഡ് ദ സെൽ 1 by 1 ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞത് അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് സിമ്പലിനെ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫൈനൈറ്റ് ആട്ടോമേറ്റ കൺസിസ്റ്റ് ഓഫ് 5 ടപ്പിൾസ്. അപ്പോൾ ആ 5 ടപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ആ മെഷീനകത്ത് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് ആ സ്റ്റേറ്റ്സിൻ്റെ സെറ്റിനെയാണ് ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ സിഗ്മ മീൻസ് സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫാബറ്റ്. അതായത് നമ്മൾ ഏതൊക്കെ സിമ്പിൾസാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആവാം, നമ്പേഴ്സ് ആകാം, AB, 0, 1 അങ്ങനെ ഏത് വേണമോ ആവാം. ദെൻ ക്യൂ ഇനിഷ്യൽ സ്റ്റേറ്റ്. അതായത് നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. എഫ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഒരു ഫൈനൈറ്റ് ആട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻ സം കേസസ് മോർ ദാൻ 1 ഫൈനൽ സ്റ്റേറ്റ് പോസിബിൾ ആണ്. ഡെൽറ്റ ട്രാൻസിഷൻ ഫങ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു എന്നിട്ട് അത് അടുത്ത സ്റ്റേറ്റിലോട്ട് എത്തുന്നു. അപ്പം ആ കൊടുക്കുന്ന അതിനെയാണ് ട്രാൻസിഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റ് അതാണ് ട്രാൻസിഷൻ ഫങ്ഷൻ. ദെൻ
ഫോർമൽ സ്പെസിഫിക്കേഷൻ, ഒരു മെഷീൻ്റെ ഫോർമൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 5 ടപ്പിൾസ് ആവശ്യമാണ്. ക്യൂ, സിഗ്മ, ക്യൂ, എഫ്, ഡെൽറ്റ. ദെൻ ഫൈനൈറ്റ് ആട്ടോമേറ്റയെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വൺ ഈസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആട്ടോമേറ്റ ആൻഡ് ദ അതർ ഈസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആട്ടോമേറ്റ. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആട്ടോമേറ്റ ഓർ DFA. ഇതിലെന്ന് പറഞ്ഞാൽ DFAയിലെന്ന് പറഞ്ഞാൽ സെയിം ആസ് ഫൈനൈറ്റ് ആട്ടോമേറ്റയുടെ സെയിം തന്നെയാണ്. 5 ടപ്പിൾസ് ഉണ്ടായിരിക്കും. ക്യൂ, ഡെൽറ്റ, ക്യൂ നോട്ട്, സിഗ്മ, എഫ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും പോസിബിൾ ആണ്. ദെൻ ഡെൽറ്റ മീൻസ് ട്രാൻസിഷൻ ഫങ്ഷൻ, അതായത് നമ്മളൊരു സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അത് അടുത്ത സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് ട്രാൻസിഷൻ ഫങ്ഷൻ പറയുന്നത്. ദെൻ ക്യൂ നോട്ട് മീൻസ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്. അതിന് നമുക്ക് ക്യൂ വെച്ചിട്ടും ക്യൂ നോട്ട് വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. സിഗ്മ മീൻസ് ഇൻപുട്ട് ആൽഫബറ്റ്, നമ്മൾ ഏതൊക്കെ സിമ്പിൾസ് ഇൻപുട്ട് കൊടുക്കുന്നു എന്നുള്ളത്. എഫ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ മൂവ് ഈസ് നോട്ട് അലൗഡ്. അതായത് നമുക്കിപ്പം Q0 എന്ന് പറയുന്നൊരു ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എ എന്നൊരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അത് Q1 എന്നുള്ള സ്റ്റേറ്റിൽ എത്തി. അതുപോലെ Q0യിൽ നമ്മൾ എപ്സിലോൺ എന്നുള്ളൊരു ട്രാൻസിഷൻ കൊടുക്കുന്നു, അപ്പോൾ അത് Q1ൽ എത്തി. അപ്പോൾ അങ്ങനെയുള്ള എപ്സിലോൺ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അലൗ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് DFA cannot change state without any input character. അതായത് DFAക്ക് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്യാതെ അതിന് ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ട്രാൻസിഷൻ ഫങ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എവരി സ്റ്റേറ്റ് ഫോർ എവരി ഇൻപുട്ട് സിമ്പൽ. അതായത് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ട് സിമ്പലിനും നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അതൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. ദെൻ ഇനി ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും DFA ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത് ഷുഡ് ബി മിനിമം ആയിരിക്കണം. ദെൻ ഫോർ എ പാറ്റേൺ വി ക്യാൻ ഡ്രാ മോർ ദാൻ 1 DFA. നമുക്കൊരു പാറ്റേണിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ DFA നമുക്ക് ഡ്രോ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം DFA എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. ഡിസൈൻ എ DFA വിത്ത് ഇൻപുട്ട് സിഗ്മ, ഇൻപുട്ട് ആൽഫബറ്റ് സിഗ്മ ഇസ് ഈക്വൽ ടു 0, 1. ദ സ്ട്രിങ്സ് എൻഡിങ് വിത്ത് 0. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു DFA ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് എൻഡ് വിത്ത് 0. അപ്പം അത് ഏതൊക്കെ സ്ട്രിങ് പോസിബിൾ ആണെന്ന് ആദ്യം നോക്കണം. 0, 0, 1, 0, 1, 1, 0, ദെൻ 1, 0, അങ്ങനെ കുറേ സ്ട്രിങ്സ് പോസിബിൾ ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ് എടുക്കാം. ആദ്യത്തെ സ്റ്റേറ്റ് നമ്മളിപ്പോൾ ഇവിടെ 0 എടുത്തു. അപ്പോൾ 0യിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്, ആൽഫബറ്റ് എന്ന് പറയുന്നത് 0ഉം 1ഉമാണ്. അപ്പം ആദ്യം അതിൽ 0 കൊടുക്കുന്നു. എൻഡ് വിത്ത് 0 എന്നാണ് ചോദിച്ചത്. അപ്പം ആ സ്ട്രിങ് തന്നെ നമ്മൾ അതിനെ തന്നെ ആ 0 കൊടുക്കുമ്പോഴത്തേക്ക് അത് ഫൈനൽ സ്റ്റേറ്റിലെത്തി. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിൽ 0 വന്നാലും പ്രോബ്ലം ഇല്ല, അത് ആ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ദെൻ ഇനി നമുക്ക് 0 ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പം ഒരു ഇൻപുട്ടല്ലേ കൊടുത്തോളൂ. അപ്പോൾ ഇനി 1 എന്നുള്ളൊരു ഇൻപുട്ടുണ്ട്. അപ്പോൾ അതിനും ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ 1 കൊടുക്കാൻ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് 0യിൽ നിന്ന് 1ൽ ഡയറക്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ അത് എൻഡിങ് വിത്ത് 0 ആവത്തില്ല, ആ സ്ട്രിങ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെയാണ് ഒരു ലൂപ്പ് പോലെ 1 കൊടുത്തു. ഇനി അടുത്തത് അതുപോലെ ഫൈനൽ സ്റ്റേറ്റിൽ എൻഡ് വിത്ത് 0 ആയതുകൊണ്ട് ആ സ്റ്റേറ്റിൽ തന്നെ ലൂപ്പ് വിത്ത് 0, അങ്ങനെയാണ് അത് ചെയ്തത്. ഇനി അതിൽ 1 വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? 1 വന്നു കഴിഞ്ഞാൽ നേരെ ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് പോകണം. അങ്ങനെ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് DFA ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അത് ഏതാണെന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻഡ് വിത്ത് 0 ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്
സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തു. ദെൻ അവിടെ പിന്നെ ഓരോ ഇൻപുട്ടും അതിനനുസരിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കൊരു DFA ഡിസൈൻ ചെയ്യാം. കൺസ്ട്രക്റ്റ് എ DFA ദാറ്റ് ആക്സെപ്റ്റ്സ് എ ലാംഗ്വേജ് L over input alphabet sigma is equal to AB such that L is the set of all string starting with AA or BB. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം സ്ട്രിങ് AAയിലോ BBയിലോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ സ്ട്രിങ് പോസിബിൾ ആണെന്ന് നമുക്ക് ആദ്യം എഴുതി നോക്കാം. AAB എന്നൊരു സ്ട്രിങ് പോസിബിളാണ്. അതുപോലെ AA AAA, അതുപോലെ AA BA പോസിബിളാണ്. AA BB പോസിബിളാണ്. ദെൻ അടുത്ത സ്റ്റാർട്ടിങ് വിത്ത് BB. സ്റ്റാർട്ടിങ് വിത്ത് BB വരുമ്പോൾ ഏതൊക്കെ സ്ട്രിങ്? BBA വരാം, BBAB വരാം, അതുപോലെ BB 4B വരാം. അപ്പം ഇത്രയും സ്ട്രിങ് പോസിബിളാണ്. ഇനി നമുക്ക് DFA ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0. അതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റാണ്. ആ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് അതിനെ ആരോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ Q0യിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് വിത്ത് A ആണ്. അപ്പോൾ നമ്മൾ A എന്നൊരു സിമ്പൽ എടുത്തു. അപ്പോൾ അത് Q1ലോട്ട് കൊടുത്തു. ദെൻ അതുപോലെ Q0യിൽ നിന്ന് B എടുത്തു. അത് വേറൊരു സ്റ്റേറ്റിലോട്ടും കൊടുത്തു, Q2 എന്ന്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് എയും ഓർ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് BB. അതുകൊണ്ടാണ് നമ്മൾ Q0യിൽ നിന്ന് A എടുത്ത് Q1 എന്നുള്ള സ്റ്റേറ്റും കൊടുത്തത്. അതുപോലെ Q0യിൽ നിന്ന് അടുത്ത ഇൻപുട്ട് കൊടുത്ത് അത് നമ്മൾ അടുത്ത സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യിച്ചത്. ദെൻ ഇനി Q1 നിന്ന് അടുത്ത എന്തുവാണ്? ഈ സ്റ്റാർട്ടിങ് വിത്ത് A എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് Q1 നിന്ന് A കൊടുക്കുമ്പോൾ അത് ഫൈനൽ സ്റ്റേറ്റിലെത്തും. സിമിലർലി Q2 നിന്നും B കൊടുക്കുമ്പോഴും അത് ഫൈനൽ സ്റ്റേറ്റിലെത്തും. ഇനി നമുക്കിപ്പോൾ Q0ൻ്റെ Aയും Bയും രണ്ട് ഇൻപുട്ടിലുള്ള ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ നടത്തി. ഇനി Q1ലുള്ളത് A മാത്രമേ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോയുള്ളൂ. നമുക്ക് ഇനി ഒരു ഇൻപുട്ട് സിമ്പിളൂടെ ഉണ്ട് B. അപ്പോൾ B നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് കണ്ടിട്ടുണ്ട്. നടുക്കൊരു D എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ DFA ഡിസൈൻ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് AA ഓർ BB എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ Q1ൽ നിന്ന് നമ്മൾ ആ B എന്നുള്ളത് നമ്മൾ Q1 നിന്ന് B എടുത്ത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് അങ്ങനെ ട്രാൻസിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വിത്ത് AB ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആ DFA ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ Q1 നിന്ന് B എന്നുള്ളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. അതുപോലെ Q2ൽ നിന്ന് A എന്നൊരു ഇൻപുട്ട് ഉണ്ട്. അപ്പം അതും സിമിലർ വേയിൽ അതും ഡെഡ് സ്റ്റേറ്റിലോട്ടാണ് അതും മൂവ് ചെയ്യുന്നത്. ദെൻ ഫൈനൽ സ്റ്റേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട് ഉണ്ട്, Aയും Bയും. അപ്പോൾ അതെന്ന് പറഞ്ഞത് അതിനകത്ത് തന്നെ അതിന് കണ്ടീഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ലൂപ്പ് എഴുതിയിട്ട് Aയും Bയും അവിടെ തന്നെ കൊടുത്തു. ഇനി നമ്മൾ DFA ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഏതൊക്കെ സ്ട്രിങ് പോസിബിൾ ആണെന്നുള്ളത് എഴുതി നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് തന്നിരിക്കുന്നുള്ള ആ ഇൻപുട്ട് വെച്ചിട്ട് അത് അടുത്ത സ്റ്റേറ്റിൽ മൂവ് ചെയ്യിക്കണം. അങ്ങനെ അത് ശ്രദ്ധിക്കണം. രണ്ട് ഇൻപുട്ട് ആൽഫബറ്റ് Aയും Bയും ഉണ്ടെങ്കിൽ Q0ൽ നിന്ന് Aയും Bയും പോകുന്നുണ്ടോ എന്ന് നോക്കണം, ട്രാൻസിഷൻ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ Q1ൽ നിന്നും Aയും Bയും മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സിമിലർലി Q2ൽ നിന്നും Aയും Bയും മൂവ് ചെയ്യുന്നോ നോക്കണം. അതുപോലെ ഫൈനൽ സ്റ്റേറ്റിൽ അങ്ങനെ ശ്രദ്ധിക്കണം. Finite automata with sigma is equal to 0, 1 accept even number of zeros and even number of ones. അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ഓഫ് സീറോസും അതുപോലെ ഈവൻ നമ്പർ ഓഫ് വൺസും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ചെറിയ സ്ട്രിങ് എടുക്കുന്നു, 0 എന്നുള്ളൊരു സ്ട്രിങ് എടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റ് Q0യിൽ നിന്ന് നമ്മൾ ഒരു 0 എന്നുള്ളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അത് Q1ലോട്ട് എത്തുന്നു. അപ്പോൾ Q1ൽ നമ്മളിപ്പോൾ Q1 ഫൈനൽ സ്റ്റേറ്റ് ആക്കുവാണെങ്കിൽ അത് ഒരു 0 അക്സെപ്റ്റ് ചെയ്യും, 1 0 അക്സെപ്റ്റ് ചെയ്യും. അതെന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റായിട്ടും ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ Q1 നിന്ന് 0 കൊടുക്കുന്നു, അവിടെ 1 അല്ല 0 ആണ്.
Q1 നിന്ന് 0 കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇനിഷ്യൽ സ്റ്റേറ്റിലെത്തുന്നു. അപ്പോൾ അതുകൊണ്ട് അത് 2 0 അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആയി. ഇനി നമുക്ക് 2 1 അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ സ്റ്റേറ്റിലോട്ട് കൊടുക്കുകയാണ്. അപ്പം Q0 നിന്ന് ഒരു 1 കൊടുക്കുന്നു, Q3 എന്നുള്ള സ്റ്റേറ്റിലോട്ട്. അതുപോലെ Q3 നിന്ന് തിരിച്ചൊരു 1. അപ്പോൾ അതെന്ന് പറയുന്നത് 2 1 അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഓട്ടോമേറ്റ്. ഇനി നമുക്ക് 1 0 0 1 എന്നൊരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യണം, ബാക്കി ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം Q0 നിന്ന് 1 കൊടുക്കുകയാണെങ്കിൽ Q3 എന്നുള്ള സ്റ്റേറ്റിലെത്തും. ഇനി Q3യിൽ നമുക്ക് അടുത്ത സ്ട്രിങ് എന്ന് പറയുന്നത് 1 0 0 1 ആണ്. അപ്പം Q3 എന്നൊരു 0 കൊടുത്തു കഴിഞ്ഞാൽ അത് Q2 എന്നുള്ള സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി Q2 എന്ന് അതുപോലെ തന്നെ സെയിം 0 കൊടുക്കുകയാണെങ്കിൽ അത് Q3ലോട്ട്, ദെൻ 1 കൊടുക്കുമ്പോൾ ഫൈനൽ സ്റ്റേറ്റ്. അപ്പം 1 0 0 1 എന്നുള്ള സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് 0 1 1 0 എന്നുള്ളൊരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ Q0 നിന്ന് 0 കൊടുക്കുമ്പോഴത്തേക്ക് Q1എത്തി. ഇനി Q1 നിന്ന് നമ്മുടെ അടുത്ത സ്ട്രിങ് എന്ന് പറയുന്നത് 0 1 1 0 എന്നാണ്. അപ്പം Q1 നിന്നൊരു 1 കൊടുക്കുകയാണെങ്കിൽ അത് Q2 എന്നുള്ള സ്റ്റേറ്റിലെത്തും. ഇനി Q2 നിന്ന് ഒരു 1 കൊടുക്കുന്നു Q1ലോട്ട്. ഇനി Q1 നിന്ന് ഒരു 0 കൊടുക്കുമ്പോൾ അത് Q0, അതായത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിലെത്തി. അപ്പോൾ ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ എത്ര ഈവൻ നമ്പർ ഓഫ് സീറോസും എത്ര ഈവൻ നമ്പർ ഓഫ് വൺസ് കൊടുത്താലും നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ സ്ട്രിങ് ചെയ്ത് നോക്കാം. അടുത്തൊരു സ്ട്രിങ് നോക്കാം. 0 1 0 0 1 0 എന്നുള്ളൊരു സ്ട്രിങ്. 0 1 0 0 1 0, അതായത് 4 0യും 2 1ഉം ഉള്ളൊരു സ്ട്രിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 0 കൊടുത്തുക. 0 കൊടുക്കുമ്പോൾ Q0യിൽ 0 കൊടുക്കുമ്പോൾ Q1എത്തി. ഇനി Q1 നിന്ന് 1 കൊടുക്കുമ്പോൾ Q2എത്തി. ഇനി Q2 നിന്ന് 0 കൊടുക്കുമ്പോൾ Q3എത്തി. അതുപോലെ Q3യിൽ 0 കൊടുക്കുമ്പോൾ Q2എത്തി. ഇനി Q2 നിന്ന് 1 കൊടുക്കുമ്പോൾ Q1എത്തി. Q1 നിന്ന് 0 കൊടുക്കുമ്പോൾ Q0 എത്തി. ഇങ്ങനെ നമുക്ക് എത്ര എക്സാമ്പിൾ വേണമെങ്കിലും നോക്കാം. Draw a DFA for the language accepting string start with 101 over input alphabet sigma is equal to 0,1. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് വിത്ത് 101 ആണ്. അപ്പോൾ നമുക്ക് അതുമായിട്ടുള്ള ഏതൊക്കെ സ്ട്രിങ് പോസിബിൾ ആണെന്ന് നോക്കാം. 101 0 1011 10110 10111 അങ്ങനെ ഒത്തിരി സ്ട്രിങ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റ് കൊടുക്കുക Q0. ദെൻ നമ്മൾ 101 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 1 കൊടുക്കുന്നു, അത് അടുത്ത സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. Q1 0 കൊടുക്കുന്നു, അത് Q2 എന്നുള്ള സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. Q2ന് 1 കൊടുക്കുന്നു, അത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ Q0ൻ്റെ 1 ഒരു ഇൻപുട്ട് ആൽഫബറ്റിൻ്റെയും ട്രാൻസിഷൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ Q0ൻ്റെ 0 വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഒരു ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റിലോട്ട് കൊടുക്കും. ദെൻ അടുത്ത Q1ൻ്റെ 1 അതും ഡെഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. Q2ൻ്റെ 0 എടുക്കുമ്പോഴത്തേക്ക് അതും ഡെഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി ഫൈനൽ സ്റ്റേറ്റിൻ്റെ 0യും 1 എന്ന് പറഞ്ഞാൽ ഫൈനൽ ലാസ്റ്റ് 101 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് വേണമെങ്കിലും വന്നാലും കുഴപ്പമില്ല. 0യും 1ൻ്റെ കോമ്പിനേഷൻ വന്നാൽ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് അത് ഫൈനൽ സ്റ്റേറ്റിൽ ലൂപ്പായിട്ട് 0യും 1ഉം കൊടുത്തു. ഇനി നമ്മളിപ്പോൾ Q0 നിന്ന് 0 എടുത്ത് Q1ലോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആദ്യം 0 0 1 എന്നുള്ള സ്ട്രിങ്ങിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ തെറ്റും. ഇനിയിപ്പോൾ Q1 നിന്ന് 1 Q0ലോട്ട് കൊടുക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ പിന്നെയും 1 1 1 0 1 എന്ന് പറയും. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് 101 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 1101 എന്നുള്ള സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ Q2നുള്ള 0യും നമ്മളിപ്പോൾ Q1ലോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞത് 10. ഇനി Q2ൻ്റെ 0യും കൂടെ കൊടുക്കുമ്പോൾ അത് Q1എത്തി 0. അപ്പോൾ 100 പിന്നെ ഒരു 0യും 1 എന്നുള്ള സ്ട്രിങ് കിട്ടും. അപ്പോൾ നമ്മുടെ ആ
സ്റ്റാർട്ട് വിത്ത് 101 എന്നുള്ള കണ്ടീഷൻ തെറ്റും. അപ്പോൾ ആദ്യം കണ്ടീഷനനുസരിച്ച് സ്ട്രിങ് എഴുതുക, എന്നിട്ട് ആ DFA ഡിസൈൻ ചെയ്യുക. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആട്ടോമേറ്റ. NFL എന്ന് പറഞ്ഞാൽ നൾ ഓർ എപ്സിലോൺ മൂവീസ് അലൗഡ്, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ മൂവ് ഫോർവേഡ് വിത്തൗട്ട് റീഡിങ് സിമ്പിൾസ്. NFL എന്ന് പറഞ്ഞാൽ എപ്സിലോൺ മൂവ് അലോ ചെയ്തിട്ടുണ്ട്, അതായത് അതിന് ഫോർവേഡായിട്ട് മൂവ് ചെയ്യാം. ഇൻപുട്ട് സിമ്പിൾസ് ഒന്നും റീഡ് ചെയ്യാതെ തന്നെ അതിന് പോസിബിളാണ് മൂവ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ നമുക്ക് Q0 എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എപ്സിലോൺ എന്നൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് Q1 എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസിഷൻ പോസിബിളാണ്. ദെൻ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് എനി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ ഇൻപുട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് A B എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ Q0 എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ Q0 എന്ന് നമ്മൾ A എന്നൊരു ഇൻപുട്ട് Q1 കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് A വേണമെങ്കിൽ Q2 കൊടുക്കാം. മോർ ദാൻ 1 സ്റ്റേറ്റ് പോസിബിളാണ്. ബട്ട് DFL ആണെങ്കിൽ അത് A എന്നുള്ള Q0 എന്ന് A കൊടുക്കുകയാണെങ്കിൽ അത് Q1 എന്നുള്ളൊരു സ്റ്റേറ്റിൽ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റൂ, Q2 മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ DFA പറഞ്ഞ എല്ലാ എലമെൻസും സെയിം ആണ് NFAയിലും. അതായത് Q ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ദെൻ Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്, ദെൻ സിഗ്മ മീൻസ് ഇൻപുട്ട് ആൽഫബറ്റ്, ദെൻ F 5 സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. ഇതെല്ലാം സെയിം ആയിരിക്കും. ട്രാൻസിഷൻ ഫംഗ്ഷൻ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ദെൻ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് Q ക്രോസ് സിഗ്മ യൂണിയൻ എപ്സിലോൺ വിച്ച് ഇംപ്ലൈസ് Q⁴. ഇവിടെ സിഗ്മ യൂണിയൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ സിഗ്മ തന്നെ ആയിരിക്കും. അതായത് Q ക്രോസ് സിഗ്മ എന്ന് പറയുന്നത് 2⁴. Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് ആൽഫബറ്റ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ Q എന്നുള്ള സ്റ്റേറ്റിൽ നമുക്ക് മോർ ദാൻ 1 സ്റ്റേറ്റ് ട്രാൻസിഷൻ കൊടുക്കുകയാണെങ്കിൽ മോർ ദാൻ 1 സ്റ്റേറ്റ് പോസിബിളാണ്. അതാണ് 2⁴. മറ്റേതിൽ DFL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ക്രോസ് സിഗ്മ എന്ന് പറയുന്നത് Q തന്നെ ആയിരിക്കും. ഡിസൈൻ എ NFA വിത്ത് സിഗ്മ ഇസ് ഈക്വൽ ടു 0,1 അക്സെപ്റ്റ് ഓൾ സ്ട്രിങ്സ് എൻഡിങ് വിത്ത് 0. അപ്പം നമുക്കൊരു NFA ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 0യും 1. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സ്ട്രിങ് എൻഡിങ് വിത്ത് 0. അപ്പോൾ നമ്മൾ ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റ് എടുക്കുന്നു, 0 എന്നുള്ള സ്റ്റേറ്റ്, അതിനകത്ത് നിന്ന് 0 കൊടുക്കുവാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എൻഡിങ് വിത്ത് 0 ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ അടുത്ത സ്റ്റേറ്റ് നമ്മൾ ഫൈനലാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ് 0 എന്നുള്ള സ്റ്റേറ്റിൽ നമ്മൾ 2 ട്രാൻസിഷൻ 0യും 1ഉം എന്നുള്ള ഇൻപുട്ട് 2 ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് NFA ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റായ 1ൽ 0യുടെയും 1ൻ്റെയും ട്രാൻസിഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 0യ്ക്ക് എന്ന് പറയുന്ന ഇൻപുട്ടിനെന്ന് പറയുന്ന 2 സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് 0 എന്നുള്ള സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ അത് 1 എന്നുള്ള സ്റ്റേറ്റിലും മൂവ് ചെയ്യുന്നുണ്ട്. അത് NFA ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആകുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആൻഡ് NFA വിത്ത് സിഗ്മ ഇസ് ഈക്വൽ ടു 0,1 ആക്സെപ്റ്റ് ഓൾ സ്ട്രിങ് എൻഡിങ് വിത്ത് 0,1. അപ്പം നമുക്ക് 0,1ൽ എൻഡ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA ഡിസൈൻ ചെയ്യണം. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആദ്യം ഏതൊക്കെ സ്ട്രിങ് ആണ് പോസിബിൾ എന്ന് നോക്കാം. 101, 001, അതുപോലെ 01, 01, 1101, 00, 01, അങ്ങനെ ഒത്തിരി സ്ട്രിങ് പോസിബിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റ് Q0 എന്ന് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് 0,1ൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 0 എന്നുള്ളത് Q1 ആ Q1 നിന്ന് 1 Q2 Q2നെ ഫൈനൽ സ്റ്റേറ്റും ആക്കി. പിന്നെ ഇനിഷ്യലി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഏത് 0 ആയാലും 1 ആയാലും അതിൻ്റെ കോമ്പിനേഷൻ ആയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ ലൂപ്പ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ NFA ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ നോക്കിയിട്ട് അങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് കണ്ടീഷൻ മീൻസ് ഇവിടെ സ്ട്രിങ് എൻഡിങ് വിത്ത് 0,1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മളാദ്യം 0,1 കൊടുത്തപ്പോൾ തന്നെ ഫൈനൽ സ്റ്റേറ്റിൽ മൂവ് ചെയ്തു. സ്റ്റാർട്ടിങ് ഏതായാലും കുഴപ്പമില്ല.
അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആൻഡ് എൻ എഫ് എ വിത്ത് സിഗ്മ ഇസ് ഈക്വൽ ടു 0 1 അക്സെപ്റ്റ് ഓൾ സ്ട്രിങ് ഇൻ വിച്ച് ദ തേർഡ് സിമ്പൽ ഫ്രം ദ റൈറ്റ് എൻഡ് ഈസ് ആൾവേസ് 0. അതായത് നമ്മൾ റൈറ്റിൽ നിന്ന് തേർഡ് സിമ്പൽ നോക്കുമ്പോൾ അതെപ്പോഴും 0 ആയിരിക്കണം. അപ്പം ആദ്യം ഫസ്റ്റ് സിമ്പൽ എന്ന് പറയുന്നത് ഏത് 0 ആവാം 1 ആവാം, പക്ഷേ സെക്കൻഡ് സിമ്പൽ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. ദെൻ അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡും തേർഡും 0 ആയാലും 1 ആയാലും കുഴപ്പമില്ല. അതായത് റൈറ്റിൽ നിന്ന് നമ്മൾ തേർഡ് സിമ്പൽ നോക്കുമ്പോൾ അതെപ്പോഴും 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഏതൊക്കെ സ്ട്രിങ് ഉണ്ടെന്ന് നോക്കാം. 1 0 0 0, ദെൻ 1 0 1 0, ദെൻ 0 0 1 1, അതുപോലെ 0 0 1 0, ദെൻ 0 0 0 1, അതുപോലെ 1 0 0 1. അങ്ങനെ ഒത്തിരി സ്ട്രിങ് പോസിബിളാണ്. അപ്പം നമുക്കൊരു എൻ എഫ് എ ആയാലും ഡി എഫ് എ ആയാലും ഡിസൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ ആദ്യം നമ്മൾ അതിന് പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് എഴുതി വെക്കണം. എന്നിട്ട് ഏറ്റവും ചെറിയ സ്ട്രിങ്ങിന് പോസിബിളാകുന്ന രീതിയിൽ ഒരു എൻ എഫ് എ അല്ലെങ്കിൽ ഡി എഫ് എ വരയ്ക്കണം. അങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്ട്രിങ് എടുക്കാം, 1 0 0 1. അപ്പം ആദ്യം ക്യൂ നോട്ട് ഇനിഷ്യൽ സ്റ്റേറ്റ്, ദെൻ അവിടെ നിന്ന് നമ്മളൊരു 0 കൊടുത്തു. അതായത് തേർഡ് സിമ്പൽ എപ്പോഴും 0 ആയിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്. ദെൻ Q1 നിന്ന് 0 ആയാലും 1 ആയാലും കുഴപ്പമില്ല Q2 അതുപോലെ Q2 നിന്ന് 0 ആയാലും 1 ആയാലും കുഴപ്പമില്ല Q3. Q3 എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. പിന്നെ സ്റ്റാർട്ടിങ് ഏതായാലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് നമ്മൾ Q0 സെൽഫ് ലൂപ്പായിട്ട് 0ഉം 1ഉം കൊടുത്തത്. സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ബോത്ത് NFA ആൻഡ് DFA ഹാവ് സെയിം പവർ ആൻഡ് ഈച്ച് NFA ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ DFA. അതായത് NFAയ്ക്കും DFAയ്ക്കും സെയിം പവർ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ NFAയും നമുക്ക് കറസ്പോണ്ടിങ് DFAയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ ഫൈനൽ സ്റ്റേറ്റ്സ് ഇൻ ബോത്ത് DFA ആൻഡ് NFA. DFAയിലും NFAയിലും മൾട്ടിപ്പിളായിട്ട് ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് പോസിബിളാണ്. NFA എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ് കൂടുതലായിട്ടും. DFA നമ്മൾ യൂസ് ചെയ്യുന്നത് ലെക്സിക്കൽ അനാലിസിസ്, കമ്പൈലറിലെ ലെക്സിക്കൽ അനാലിസിസിലാണ് DFA യൂസ് ചെയ്യുന്നത്. എല്ലാ DFAയും NFA ആണ്, ബട്ട് എല്ലാ NFAയും DFA അല്ല. വൈ? നമ്മൾ പറഞ്ഞു എല്ലാ DFAയിലെന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് സിമ്പൽ ഉണ്ടെങ്കിൽ ആ എല്ലാ കറസ്പോണ്ടിങ് ഇൻപുട്ട് സിമ്പലിനും ഒരു ട്രാൻസിഷൻ ഉണ്ടായിരിക്കണം. ബട്ട് NFAയിലെന്ന് പറയുന്നത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ NFAയിലെന്ന് പറയുന്നത് നമുക്ക് ഒരു സെയിം ഇൻപുട്ടിനെ തന്നെ നമുക്ക് മോർ ദാൻ വൺ സ്റ്റേറ്റിലോട്ട് നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. ദർ എക്സിസ്റ്റ് ആൻ ഈക്വലൻ്റ് DFA ഫോർ എവരി NFA. എല്ലാ NFAയ്ക്കും ഈക്വലൻ്റ് ആയിട്ടൊരു DFA ഉണ്ടായിരിക്കും. ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. Equivalence of DFA and NFA. If L is a language accepted by a non-deterministic finite automata, then a deterministic finite automata exists accepting L. ഇപ്പോൾ നമുക്ക് L എന്നൊരു ലാംഗ്വേജ് ഉണ്ട്, അത് NFA അക്സെപ്റ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു DFA ഉണ്ടായിരിക്കും, അതും സെയിം ലാംഗ്വേജ് L തന്നെ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ NFAയ്ക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു DFA ഉണ്ടായിരിക്കും എന്നുള്ളത്. ദെൻ ലെറ്റ് M is equal to Q sigma delta Q0 F is an NFA which accepts the language L of M. Then there should be an equivalent DFA denoted by M dash Q dash. M dash is equal to Q dash sigma dash Q0 dash delta dash F dash such that L of M is equal to L of M dash. അതായത് ഇപ്പം നമുക്കൊരു NFA ഉണ്ട്, അത് L of M എന്നൊരു ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് DFA എന്ന് പറയുന്നത് L of M dash ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ L of Mഉം L of M dashഉം ഈക്വലും ആയിരിക്കണം. ഇതാണ് ഈക്വലൻസ് ഓഫ് DFA ആൻഡ് NFA. അതായത് ഒരു NFA എല്ലാ NFAയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടൊരു DFA എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ നമുക്ക് നോക്കാം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഇനി നമുക്ക് കൺവേർഷൻ ഫ്രം NFA ടു DFA ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇനിഷ്യലി Q ഡാഷ് ഈക്വൾ ടു നൾ. ഇനിഷ്യലി Q ഡാഷിൽ
ഒരു സിമ്പലും കാണത്തില്ല, അതുകൊണ്ട് അത് നള്ളായിരിക്കും. 5 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ആഡ് Q0 ഓഫ് NFA ടു Q'. ദെൻ ഫൈൻഡ് ദ ട്രാൻസിഷൻ ഫ്രം ദി സ്റ്റാർട്ട് സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 ആണ്, NFAയുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ അതിനെ നമ്മൾ Q' ആഡ് ചെയ്തു. എന്നിട്ട് അതിനകത്തുനിന്ന് പോകുന്ന ആ Q0 എന്നുള്ള സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റിലോട്ട് പോകുന്നു എന്നുള്ള ആ ട്രാൻസിഷൻസ് കണ്ടുപിടിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ Q' ഫൈൻഡ് ദ പോസിബിൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ഈച്ച് ഇൻപുട്ട് സിമ്പൽ. അതായത് ഓരോ ഇൻപുട്ട് സിമ്പലിനും വേണ്ട പോകുന്ന ആ സെറ്റ് ഓഫ് പോസിബിൾ സ്റ്റേറ്റ്സ് അത് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ഇഫ് ദിസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഈസ് നോട്ട് ഇൻ Q', ദെൻ ആഡ് ഇറ്റ് ടു Q'. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഒരു സ്റ്റേറ്റ് Q1 എന്നുള്ളൊരു സ്റ്റേറ്റ് Q' ഇല്ലെങ്കിൽ നമ്മളത് Q' ആഡ് ചെയ്യും. ഇൻ DFA ദ ഫൈനൽ സ്റ്റേറ്റ് വിൽ ബി ആൾ ദ സ്റ്റേറ്റ് വിച്ച് കണ്ടെയ്ൻ F. അതായത് ഇപ്പോൾ NFAയിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഫൈനലായിട്ട് ഉണ്ടായിരുന്നോ അതെല്ലാം DFAയിൽ വരുമ്പോഴും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ഇത് സ്റ്റെപ്പാണ്. Q' നള്ളായിരിക്കും. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേറ്റാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ Q' ആഡ് ചെയ്യും. എന്നിട്ട് ഇനിഷ്യൽ സ്റ്റേറ്റിന് ഏതൊക്കെ ട്രാൻസിഷൻസ് ഇപ്പോൾ A B ഇൻപുട്ട് സിമ്പലാണെങ്കിൽ Q0 A കൊടുക്കുകയാണെങ്കിൽ അത് A സ്റ്റേറ്റിലോട്ട് പോകും. ആ സ്റ്റേറ്റ് നമ്മൾ Q' ഇല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റിലോട്ട് Q' ആഡ് ചെയ്യും. ദെൻ അതുപോലെ B സിമ്പൽ Bയും നോക്കും. അങ്ങനെ എല്ലാ ട്രാൻസിഷൻസും എഴുതും. ദെൻ ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് NFAയിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഫൈനലുണ്ടോ ആ ഫൈനൽ സ്റ്റേറ്റ് എല്ലാം നമ്മുടെ DFAയിലും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് D1 NFA ടു DFA. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസിഷൻ ടേബിൾ എഴുതും. ട്രാൻസിഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റേറ്റും ഇൻപുട്ട് സിമ്പലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്? Q0, Q1, Q2. Q2 ഫൈനലാണ്, Q0 ഇനിഷ്യലാണ്. അതുകൊണ്ടാണ് Q0 എഴുതുമ്പോൾ നമ്മളൊരു ആരോ ഇട്ടേക്കുന്നത്, അത് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഒരു സ്റ്റാർ മാർക്ക് ഇട്ടേക്കുന്നത് Q2 ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട്. ഇനി നമുക്ക് നോക്കാം. Q0യിൽ നിന്ന് 0 ഉള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതെങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? ഓൺലി Q0 മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി Q0 1 പോകുമ്പോൾ Q1 മൂവ് ചെയ്യുന്നുണ്ട്. Q1 മാത്രമേ ഉള്ളൂ. അതും ഇനി അടുത്തത് Q1 നിന്ന് 0 കൊടുത്ത് നോക്കും. Q1 നിന്ന് 0 കൊടുത്ത് നോക്കുമ്പോൾ Q1ഉം Q2ഉം ഉണ്ട്. ദെൻ അത് രണ്ടും നമ്മളൊരു സെറ്റായിട്ട് അതൊരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് പുതിയൊരു സ്റ്റേറ്റ് കിട്ടി. ദെൻ അടുത്തത് Q1ൽ 1 കൊടുക്കുകയാണെങ്കിൽ Q1 തന്നെയാണ്. ഇനി അടുത്ത ഫൈനൽ സ്റ്റേറ്റ് Q2ന് 0 കൊടുക്കുകയാണെങ്കിൽ Q2, 1 കൊടുക്കുകയാണെങ്കിൽ Q2, Q1. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ സ്റ്റേറ്റ് കിട്ടി, Q1, Q2. അപ്പോൾ DFA വരുമ്പം ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആയിരിക്കും. Q1, Q2 എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ് ആയിരിക്കും. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റും എഴുതുക. ആ സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന ഇൻപുട്ട് സിമ്പൽ ഏതൊക്കെ ഇൻപുട്ട് സിമ്പൽ 0 ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അത് A സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. 1 കൊടുക്കുമ്പോൾ A സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതിനുവേണ്ടി നമ്മളൊരു ട്രാൻസിഷൻ ടേബിൾ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ NFAയിൽ ഡെൽറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ DFAയിൽ വരുമ്പോൾ അത് ഡെൽറ്റ'. അപ്പോൾ നമുക്ക് Q0യിൽ വേണ്ടിയിട്ട് ഡെൽറ്റ' എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് നിന്നത്. ഡെൽറ്റ' ഓഫ് Q0, 0 എന്ന് പറയുന്നത് നമുക്ക് Q0 എന്നുള്ള സ്റ്റേറ്റ് തന്നെയാണ് കിട്ടിയത്. അതുപോലെ Q0യിൽ 1 കൊടുക്കുകയാണെങ്കിൽ അത് Q1ലോട്ട് മൂവ് ചെയ്തു. ഇനി ഡെൽറ്റ' ട്രാൻസിഷൻ ഫോർ സ്റ്റേറ്റ് Q1ൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ' ഓഫ് Q1, 0 എന്ന് പറയുമ്പോൾ Q1, Q2. അതായത് നമുക്കൊരു പുതിയ സ്റ്റേറ്റ് കിട്ടി. ദെൻ ഡെൽറ്റ' ഓഫ് Q1, 1 എന്ന് പറയുന്നത് Q1 തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ അതുപോലെ തന്നെ സെയിം ആയിട്ട് Q2ൻ്റെ ഡെൽറ്റ' നമ്മൾ എഴുതും. Q2, 0 എന്ന് കൊടുക്കുമ്പോൾ Q2 തന്നെ ആയിരിക്കും. Q2ൽ 1 കൊടുക്കുമ്പോൾ Q1, Q2. നമുക്കൊരു പുതിയ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റേറ്റ് എല്ലാം എഴുതിയിട്ട് അതിനകത്തുനിന്ന് ഇൻപുട്ട് സിമ്പൽ കൊടുക്കുമ്പോൾ അത് ഏത് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആ ട്രാൻസിഷൻ ടേബിളിൽ കാണിച്ചു. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എഴുതി. ഇനി നമുക്ക് ട്രാൻസിഷൻ എടുക്കേണ്ടത് Q1, Q2 എന്നുള്ള ന്യൂ സ്റ്റേറ്റിൻ്റെ ട്രാൻസിഷനാണ് എടുക്കേണ്ടത്. അപ്പം Q1, Q2ന് 0 നോക്കും. അപ്പം അതിൽ
ഫസ്റ്റ് ഡെൽറ്റ ഡാഷ് ഓഫ് Q1, Q2, 0 എന്ന് പറയുന്നത് ആദ്യം Q1 0 കൊടുത്താൽ അത് ഏത് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും, യൂണിയൻ Q2 0 കൊടുത്താൽ അത് ഏത് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ആ രണ്ട് സ്റ്റേറ്റും 0 കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലോട്ട് പോകും എന്നുള്ള അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റേറ്റ് കിട്ടും. അപ്പം Q1 0 കൊടുത്തു കഴിഞ്ഞാൽ Q1 പോവും, അതുപോലെ Q2 പോവും. Q2 0 കൊടുത്താൽ Q2 മാത്രമേ ഉള്ളൂ. അപ്പം അവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1, Q2. ഇനി അടുത്തത് Q1, Q2 1 കൊടുത്തു കഴിഞ്ഞാൽ അപ്പം Q1 ആദ്യം 1 കൊടുക്കുക. അപ്പോൾ Q1 1 പോകുമ്പോൾ Q1 അതിൻ്റെ യൂണിയനും Q2 1 കൊടുക്കുക. Q2 1 പോകുമ്പോൾ Q1, Q2. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ Q1, Q2. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1, Q2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഫൈനൽ സ്റ്റേറ്റ്. Q2 ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ Q2 എന്ന് പറയുന്നതും ഒരു ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് രണ്ട് ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്. Q2 എന്നൊരു ഫൈനൽ സ്റ്റേറ്റും പിന്നെ Q2 ഉള്ളത് കൊണ്ട് Q1, Q2 എന്നുള്ള ഈ ന്യൂ സ്റ്റേറ്റും ഫൈനലായിരിക്കും. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് DFA കണ്ടെയ്ൻസ് 2 ഫൈനൽ സ്റ്റേറ്റ്സ്. ട്രാൻസിഷൻ ടേബിൾ ഫോർ DFA. അപ്പോൾ നമുക്ക് DFAക്ക് വേണ്ടിയിട്ട് ഒരു ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസിഷൻ ടേബിൾ നോർമലി ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ടും എഴുതുക. അപ്പോൾ എന്നിട്ട് സ്റ്റേറ്റിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ അത് ഏത് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് എഴുതുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 ആണ്. Q0 എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ Q0 0 കൊടുത്തു കഴിഞ്ഞാൽ അത് Q0 തന്നെ ആയിരിക്കും. ഇനി Q0 1 കൊടുത്തു കഴിഞ്ഞാലോ അത് Q1 എന്നുള്ള സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി നമുക്ക് അതുപോലെ നമുക്ക് പുതിയൊരു സ്റ്റേറ്റ് കിട്ടി Q1. അപ്പോൾ Q1 ട്രാൻസിഷൻ എഴുതുക. അപ്പോൾ Q1 0 കൊടുക്കുമ്പോൾ Q1, Q2, ദെൻ 1 കൊടുക്കുമ്പോൾ Q1. ഇനി നമുക്ക് ഇവിടെ രണ്ട് ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, Q2 അതുപോലെ Q1, Q2. ദെൻ Q2 0 കൊടുത്തു കഴിഞ്ഞാൽ Q2 തന്നെ ആയിരിക്കും. Q2 1 കൊടുക്കുമ്പോൾ Q1, Q2. ഇനി Q1, Q2 0 കൊടുത്തു കഴിഞ്ഞാൽ Q1, Q2 തന്നെയാണ്. അതുപോലെ Q1, Q2 1 കൊടുക്കുകയാണെങ്കിൽ Q1, Q2 തന്നെയാണ്. നമ്മൾ ഫൈനൽ സ്റ്റേറ്റിനെ ഡബിൾ സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇനിഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആരോ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ് ടേബിൾ നോക്കിയിട്ട് ട്രാൻസിഷൻ ടേബിൾ നോക്കിയിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കണം. കൺവേർഷൻ ഫ്രം NFA വിത്ത് എപ്സിലോൺ ടു DFA. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് NFAയിൽ ഒരു എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള NFA നമുക്ക് DFAയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം NFA വിത്ത് എപ്സിലോൺ മൂവ് എന്താണെന്ന് നോക്കാം. ഇഫ് എനി FA കണ്ടെയ്ൻസ് എപ്സിലോൺ ട്രാൻസാക്ഷൻ ഓർ മൂവ് ദ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഈസ് കാൾഡ് NFA വിത്ത് എപ്സിലോൺ മൂവ്. അതായത് നമുക്കിപ്പോൾ ഒരു Q0 എന്നൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ Q1 എന്നുള്ള സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അതാണ് NFA വിത്ത് എപ്സിലോൺ മൂവ്. ഇനി എപ്സിലോൺ ക്ലോഷർ ഫോർ എ ഗിവൺ സ്റ്റേറ്റ് A മീൻസ് ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് വിച്ച് ക്യാൻ ബി റീച്ച്ഡ് ഫ്രം ദ സ്റ്റേറ്റ് A വിത്ത് ഓൺലി നൾ മൂവ് ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ് A ഇറ്റ്സെൽഫ്. അതായത് ഇപ്പോൾ നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എടുക്കണമെന്ന് വെച്ചു. അപ്പോൾ നമുക്കൊരു ട്രാൻസിഷൻ ഉണ്ട്. Q0 എന്ന് എപ്സിലോൺ കൊടുക്കുകയാണെങ്കിൽ അത് Q1 മൂവ് ചെയ്യുന്നു. അപ്പം Q0 ക്ലോഷർ എന്ന് പറയുന്നത് എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത് Q0 ഉണ്ടായിരിക്കും. അതുപോലെ എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, Q1. അപ്പം Q1 ഉണ്ടായിരിക്കും. അതാണ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. സ്റ്റെപ്സ് ഫോർ കൺവേർട്ടിംഗ് NFA വിത്ത് എപ്സിലോൺ ടു DFA. അതായത് നമുക്കിപ്പോൾ ഒരു NFAയിൽ എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള NFA നമുക്ക് DFAയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി വിൽ ടേക്ക് ദ എപ്സിലോൺ ക്ലോഷർ ഫോർ ദ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഓഫ് NFA ആസ് എ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഓഫ് DFA. അതായത് NFAയിലെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. ഇപ്പോൾ NFAയിൽ Q0 എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. ഈ Q0 തന്നെ ആയിരിക്കും DFAയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ സ്റ്റേറ്റ്സ് ഫോർ ഈച്ച് ഇൻപുട്ട് സിമ്പൽ that can be traversed from the present. That means the union of transition value and their closures for each state of NFA present in the current state of DFA. അതായത് നമ്മളിപ്പോൾ
സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കിട്ടുന്ന സ്റ്റേറ്റിൽ നമ്മൾ ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്യുന്നു. ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ കിട്ടുന്ന സ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ഇൻപുട്ട് സിമ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ Q0, A എന്നുള്ളത് Q1 എന്നൊരു സ്റ്റേറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. എപ്സിലോൺ ക്ലോഷർ എടുക്കുമ്പോൾ ഇഫ് വി ഫൗണ്ട് എ ന്യൂ സ്റ്റേറ്റ് ടേക്ക് ഇറ്റ് ആസ് കറണ്ട് സ്റ്റേറ്റ് ആൻഡ് റിപ്പീറ്റ് ടു. അതായത് നമുക്കിപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ കറണ്ട് സ്റ്റേറ്റായിട്ട് കരുതുക. എന്നിട്ട് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അതായത് പിന്നും ഇൻപുട്ട് കൊടുക്കുക, ഇൻപുട്ട് സിമ്പൽ കൊടുത്തിട്ട് അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അങ്ങനെ കുറേ 3-4 സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ സ്റ്റേറ്റൊന്നും അല്ല, കിട്ടിയ സ്റ്റേറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. Then mark the state of DFA as a final state which it contain the final state of NFA. ഇനി നമ്മൾ നോക്കേണ്ടത് NFAയിൽ ഫൈനൽ സ്റ്റേറ്റ് ഇപ്പം Q1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ Q1 വരുന്നത് ഉള്ളതെല്ലാം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. DFA വരയ്ക്കുമ്പോൾ അത് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരയ്ക്കണം. ഇത് ഇത്രയാണ് സ്റ്റെപ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. കൺവേർട്ട് NFA വിത്ത് എപ്സിലോൺ ഇൻറ്റു ഇറ്റ്സ് ഈക്വലൻ്റ് DFA. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന NFA. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അതായത് Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ. അപ്പോൾ Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുമ്പോൾ Q0 എപ്സിലോൺ ട്രാൻസിഷൻ പോകുന്നുണ്ട് Q1 അതുപോലെ Q2. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് കിട്ടി, Q0, Q1, Q2. നമ്മൾ ആ സ്റ്റേറ്റിനെ A വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയിൽ നമ്മൾ ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം ആദ്യം എയിൽ ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എയിൽ 3 സ്റ്റേറ്റ് ഉണ്ട്, Q0, Q1, Q2. അപ്പം Q0യിൽ 0 എന്നുള്ള ഒരു ട്രാൻസിഷൻ ഇല്ല. Q1ൽ 0 പോവുകയാണെങ്കിൽ അത് Q3 പോകുന്നത്. അപ്പോൾ Q3, Q2ൽ 0 ട്രാൻസിഷൻ ഇല്ല. ദെൻ അപ്പോൾ Q3. ഇനി നമ്മൾ ഈ Q3യുടെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. Q3യുടെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറഞ്ഞാൽ Q3 തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് കിട്ടി. അതിനെ നമ്മൾ B വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് 2 ഇൻപുട്ട് സിമ്പലുണ്ടല്ലോ, നമ്മൾ ഒരു 0 എന്നുള്ള ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 അപ്ലൈ ചെയ്യണം. അപ്പോൾ Q0യിൽ 1 എന്നുള്ള ട്രാൻസിഷൻ ഇല്ല, Q1ലും ഇല്ല. Q2 എന്ന് 1 പോയാൽ Q3. അപ്പോൾ Q3. അപ്പോൾ നമുക്ക് അവിടെയും കിട്ടിയത് Q3 ആണ്. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q3 എന്ന് പറയുന്നത് Q3 തന്നെയാണ്. അപ്പോൾ നമുക്കതും സ്റ്റേറ്റ് എന്തുവാണ്, B ആണ് സെയിം കിട്ടിയത്, B. ഇനി നമുക്ക് സ്റ്റേറ്റ് Bയുടെ ട്രാൻസിഷൻ നോക്കണം. അതായത് Q3യിൽ 0 അപ്ലൈ ചെയ്യണം. Q3 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നള്ളാണ്, ഒന്നും കിട്ടത്തില്ല, കാരണം അങ്ങനെ ഒരു ട്രാൻസിഷൻ ഇല്ല. ഇനി Q3യിൽ 1 അപ്ലൈ ചെയ്താൽ Q4. ഇനി Q4ൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അപ്പോൾ Q4 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് കിട്ടി, C. അതിനെ നമ്മൾ C വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് സിയിൽ 0 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുക. 0 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും നള്ളാണ്, 1 കൊടുത്തു കഴിഞ്ഞാലും നള്ളായിരിക്കും. അപ്പം നമുക്ക് DFA വരയ്ക്കുമ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്, A, B, C. ഇത് വെച്ചിട്ട് നമുക്ക് DFA വരയ്ക്കാവുന്നതാണ്. ഇത് ഇത്രയാണ് സ്റ്റെപ്പ്. ആദ്യം എപ്സിലോൺ ക്ലോഷർ എടുക്കുക സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൻ്റെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ എപ്സിലോൺ ക്ലോഷർ കൊടുത്തു കഴിയുമ്പോൾ ഏത് സ്റ്റേറ്റാണോ കിട്ടുന്നത് ആ സ്റ്റേറ്റിൽ നമ്മൾ ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റിനെ നമ്മൾ പിന്നും എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പുതിയ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് പിന്നെയും ആ സ്റ്റേറ്റിന് നമ്മൾ പിന്നെയും ഇൻപുട്ട് സിമ്പൽ അപ്ലൈ ചെയ്ത് എപ്സിലോൺ ക്ലോഷർ എടുത്ത് സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് പഴയ സ്റ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമ്മൾ എടുത്ത പോലെ ഓരോ സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അപ്പം Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത് Q0, Q1, Q2. Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ Q1 തന്നെയാണ്, Q2ൻ്റെ Q2 ആണ്, Q3, Q4ൻ്റെ Q4 ആണ്. ഇനി നമ്മൾ പുതിയൊരു സ്റ്റേറ്റ് കിട്ടി നമുക്ക്, Q0, Q1, Q2. അപ്പം ആ സ്റ്റേറ്റിനെ നമ്മൾ A എന്നുള്ള സ്റ്റേറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് ആ സ്റ്റേറ്റ് എയിൽ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങോട്ട് മൂവ് ചെയ്യും, അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അപ്പം അതിലെന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് Q0, Q1, Q2, 0. അപ്പം അങ്ങനെ അത് ട്രാൻസിഷൻ ഫംഗ്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ആദ്യം
Q0 0 കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളത് എടുക്കുക. അതുപോലെ Q1 0 കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും, Q2 0 കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോഴാണ് നമുക്ക് ആ സ്റ്റേറ്റ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് Q0 0 എന്നുള്ളൊരു ട്രാൻസാക്ഷൻ ഇല്ല. Q1 0 കൊടുക്കുകയാണെങ്കിൽ അത് Q3 മൂവ് ചെയ്യും. Q2 0 കൊടുത്താലും അതങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇല്ല. അപ്പം നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q3 എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അത് Q3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ Q3 എന്നുള്ള സ്റ്റേറ്റിനെ B വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ എ എന്നുള്ള സ്റ്റേറ്റിൽ നമുക്ക് 1 കൊടുത്താൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും നോക്കാം. അപ്പോൾ അതുപോലെ സെയിം തന്നെയാണ്. എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0, Q1, Q2, 1 കൊടുക്കുക. അപ്പം Q0 Q0 1 കൊടുത്താൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും, അതിൻ്റെ യൂണിയൻ. Q1 1 കൊടുത്താൽ എങ്ങോട്ട് മൂവ് ചെയ്യും, Q2 1 കൊടുത്താൽ എങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുക്കുക. എന്നിട്ട് യൂണിയൻ എടുത്ത് കിട്ടുന്ന ആ സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് അത് കിട്ടും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ Q0 1 എന്നുള്ളൊരു മൂവ്മെൻ്റ് ഇല്ല, Q1 1 മൂവ്മെൻ്റ് ഇല്ല. Q2 1 കൊടുക്കുമ്പോൾ അത് Q3 എന്നുള്ളിടത്തോട്ട് പോകുന്നുണ്ട്, Q3 എന്നുള്ള സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q3 അതെന്ന് പറയുന്നത് Q3 തന്നെയാണ്. ആ സ്റ്റേറ്റിനെ നമ്മൾ B വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പാർഷ്യൽ DFA എന്ന് പറയുന്നത് എയും ബിയും 2 സ്റ്റേറ്റ് ഉണ്ട്. എയിൽ 0 കൊടുക്കുകയാണെങ്കിൽ അത് ബിയിലോട്ട് മൂവ് ചെയ്യും, എയിൽ 1 കൊടുക്കുകയാണെങ്കിലും അതുപോലെ സെയിം തന്നെയാണ്, ബിയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയ സ്റ്റേറ്റ് കിട്ടി, ബി എന്നുള്ള സ്റ്റേറ്റ് കിട്ടി. ഇനി നമുക്ക് ബിയിൽ 0യും 1ഉം കൊടുത്താൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും, ആ സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അപ്പോൾ അതായത് നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q3, 0. അപ്പോൾ Q3 0 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് അങ്ങനെ ഒരു ട്രാൻസിഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അത് 5 ആയിരിക്കും. ഇനി നമുക്ക് ആ സ്റ്റേറ്റ് ബിയിൽ 1 കൊടുത്തു നോക്കാം. അപ്പോൾ 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് എങ്ങോട്ട് മൂവ് ചെയ്യും നോക്കാം. അപ്പോൾ Q3 1 കൊടുത്താൽ അത് Q4 എന്നുള്ള സ്റ്റേറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റേറ്റ് കിട്ടി Q4. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിനെ C വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ പുതിയ സ്റ്റേറ്റ് കിട്ടി C. അപ്പം സിക്ക് 0 കൊടുത്താലും സിക്ക് 1 കൊടുത്താലും അത് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് നോക്കണം. അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q4, 0 എന്ന് പറയുന്നത് Q4 0 ഒരു ട്രാൻസിഷനും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി C, 1 എടുക്കുകയാണെങ്കിൽ അതെ ഫൈനൽ സ്റ്റേറ്റിൽ Q4 1 കൊടുത്തു കഴിഞ്ഞാലും അതിന് വേറെ ട്രാൻസിഷനൊന്നുമില്ല, അതുകൊണ്ട് അതും നള്ളായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയ സ്റ്റേറ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് DFA ഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് A, B, C അങ്ങനെ 3 സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് C എന്ന് പറയുന്നതായിരിക്കും ഫൈനൽ സ്റ്റേറ്റ്. ബിക്കോസ് Q4 എന്ന് പറയുന്നത് NFA വിത്ത് എപ്സിലോൺ ആ ട്രാൻസിഷനിലും ആ ഡയഗ്രത്തിലും Q4 എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ DFA എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, എയും ബിയും സിയും. സി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റും എ എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റും ആയിരിക്കും. എന്ന് 0 കൊടുക്കുകയാണെങ്കിൽ അത് ബിയിലോട്ട് മൂവ് ചെയ്യും, എന്ന് 1 കൊടുക്കുകയാണെങ്കിൽ സെയിം ബിയിലോട്ട് മൂവ് ചെയ്യും, ബിയിൽ 1 കൊടുക്കുകയാണെങ്കിൽ സി എന്നുള്ള ഫൈനൽ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറയുന്നത് Q0, Q1, Q2 എന്നുള്ള സ്റ്റേറ്റ് ആയിരുന്നു, അതിനെയാണ് നമ്മൾ എ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അതുപോലെ Q3 എന്നുള്ള സ്റ്റേറ്റിനെയാണ് ബി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അതുപോലെ Q4നെയാണ് സി വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് DFA ഡ്രോ ചെയ്യുന്നത്. Difference between NFA and DFA. DFA stands for Deterministic Finite Automata. NFA means Non-Deterministic Finite Automata. For each symbolic representation of alphabet, there is only one state transition in DFA. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് സിമ്പൽ കൊടുക്കുകയാണെങ്കിൽ അത് DFAയിലാണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലോട്ട് മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. Then no needs to specify how does the NFA react according to some symbol. അപ്പം നമുക്ക് സെയിം സിമ്പൽ തന്നെ നമുക്ക് മോർ ദാൻ 1 സ്റ്റേറ്റിൽ കൂടെ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്ന ഈ ഒരു സിമ്പൽ ഒരു സ്റ്റേറ്റിലോട്ട് മാത്രമേ പോകാവൂ എന്നുള്ള ഒരു കണ്ടീഷനൊന്നും ഉണ്ടായിരിക്കത്തില്ല.
ദെൻ ഡി എഫ് എ കനോട്ട് യൂസ് എം ടി സ്ട്രിങ് ട്രാൻസിഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എപ്സിലോൺ മൂവ് ഡി എഫ് എയിൽ പോസിബിൾ അല്ല. എൻ എഫ് എയിലാണെങ്കിൽ ക്യാൻ യൂസ് എം ടി സ്ട്രിങ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാം. ഇൻ ഡി എഫ് എ ദ നെക്സ്റ്റ് പോസിബിൾ സ്റ്റേറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി സെറ്റ്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ Q0യിൽ ഒരു എ എന്നൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് Q1 മൂവ് ചെയ്യുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് Q1 എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇനി എൻ എഫ് എയിലാണെങ്കിൽ നമുക്ക് Q0യിൽ നിന്ന് എ എന്നൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്, അത് Q1 പോകുന്നു. അതുപോലെ നമ്മൾ Q0യിൽ നിന്ന് എ Q2 കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കത്തില്ല, മെനി പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കാം. ദെൻ ഡി എഫ് എ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻപുട്ട് എയും ബിയും ഉണ്ടെങ്കിൽ നമ്മൾ ആ രണ്ട് ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള ട്രാൻസിഷൻസ് എല്ലാം കൊടുക്കണം. പിന്നെ കണ്ടീഷൻ, ഇപ്പോൾ സ്ട്രിങ് എൻഡ് വിത്ത് 0 ആണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം ഡി എഫ് എ ഡിസൈൻ ചെയ്യേണ്ടത്. എൻ എഫ് എ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല, ഈസിയർ ടു കൺസ്ട്രക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ബി എന്നുള്ളൊരു ഇൻപുട്ടിന് ഒരു ട്രാൻസിഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് എൻ എഫ് എ. ടൈം നീഡഡ് ഫോർ എക്സിക്യൂട്ടിങ് ആൻ ഇൻപുട്ട് സ്ട്രിങ്. ഒരു ഇൻപുട്ട് സ്ട്രിങ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈം മതി. എൻ എഫ് എയിലാണെങ്കിൽ കൂടുതൽ ടൈം ആവശ്യമായിട്ട് വരും. ആൾ ഡി എഫ് എ ആർ എൻ എഫ് എ. എല്ലാ ഡി എഫ് എയും എൻ എഫ് എ ആണ്, ബട്ട് നോട്ട് ആൾ എൻ എഫ് എ ആർ ഡി എഫ് എ. ദെൻ ഡി എഫ് എ എന്ന് പറയുന്നത് റിക്വയർസ് കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരും ഡി എഫ് എക്ക്. എൻ എഫ് എയിലെന്ന് പറയുന്നത് ലെസ് സ്പേസ് ആണ്, ഡി എഫ് എക്കാളും ലെസ് സ്പേസ് മാത്രമേ ആവശ്യമായിട്ട് വരത്തുള്ളൂ. പിന്നെ ഡി എഫ് എയിൽ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് ആവശ്യമായിട്ട് വരും, എൻ എഫ് എയിൽ നോ നീഡ്, ഡെഡ് സ്റ്റേറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഇനി നമുക്ക് ട്രാൻസിഷൻ ഫംഗ്ഷൻ എടുത്തു പോകാം. അപ്പോൾ ഡി എഫ് എൽ എന്ന് പറയുന്നത് Q ക്രോസ് സിഗ്മ വിച്ച് ഇംപ്ലൈസ് Q തന്നെ ആയിരിക്കും. അതായത് ഒരു ഇൻപുട്ട് നമ്മളിപ്പോൾ Q0 എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റിലോട്ട് മാത്രമേ അത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ എൻ എഫ് എയിലാണെങ്കിൽ Q ക്രോസ് സിഗ്മ എന്ന് പറയുന്നത് 2/Q, അതായത് മോർ ദാൻ വൺ സ്റ്റേറ്റ് പോസിബിൾ ആണ് എൻ എഫ് എയിൽ. ദെൻ നമ്മളിപ്പോൾ ഡി എഫ് എയിൽ നമ്മളൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. അപ്പം അതെന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്ട്രിങ് ടെർമിനേറ്റ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സ്ട്രിങ്സിനെ നമ്മൾ ഡി എഫ് എ റിജക്റ്റ് ചെയ്യും. എൻ എഫ് എയിലും സെയിം തന്നെയാണ്. എൻ എഫ് എയിൽ ഇപ്പോൾ നമ്മൾ എൻ എഫ് എയിൽ ഒരു സ്ട്രിങ് പല ബ്രാഞ്ചിലോട്ട് കൊടുക്കുകയാണ്, അത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്തില്ലെങ്കിൽ എൻ എഫ് എ ആ സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്യും. ഇതാണ് ഡി എഫ് എ എൻ എഫ് എ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഡി എഫ് എയുടെയും എൻ എഫ് എയുടെയും പവർ സെയിം ആയിരിക്കും. പിന്നെ എല്ലാ ഡി എഫ് എയും എൻ എഫ് എ ആയിരിക്കും. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്.